കുർബാന തർക്കം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജൂലൈ 3-നുള്ളിൽ സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന സർക്കുലർ വന്നിരിക്കുന്നു. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കുമെന്നും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സർക്കുലറിൽ പറയുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് വിഷ്ണു, പറയൂ വിശദാംശങ്ങൾ. SKN ഒരല്പം രൂക്ഷമായ ഭാഷയിലാണ് സിറോ മലബാർ സഭ അധ്യക്ഷന്റെ പുതിയ സർക്കുലർ പുറത്തു വന്നിരിക്കുന്നത്. ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. ജൂലൈ 3 മുതൽ അതിരൂപതയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും സിനഡ് നിർദ്ദേശിച്ച പ്രകാരമുള്ള ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിർദ്ദേശമാണ് വൈദികർക്ക് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ വിമത സ്വരം ഉയർത്തുന്ന വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ടി വരുമെന്ന കർശന ഒരു നിർദ്ദേശവും ഈ അന്തിമ നിർദ്ദേശമായി ഈ സർക്കുലർ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ ജൂലൈ 3-ന് മുൻപ് തന്നെ സത്യവാങ്മൂലമായി എഴുതി നൽകണം. അതായത് തങ്ങളുടെ പള്ളിയിൽ ഇത്തരത്തിൽ ഏകീകൃത കുർബാന നടപ്പാക്കും എന്ന് എഴുതി നൽകണം. അത്തരത്തിൽ എഴുതി നൽകാത്ത ആളുകളെയായിരിക്കും നടപടി നേരിടുക. ഇവർക്ക് അല്ലെങ്കിൽ ഇവർ നടത്തുന്ന കുർബാനയും കല്യാണവും അതോടൊപ്പം തന്നെ മറ്റ് ഈ ആരാധനാക്രമങ്ങളും എല്ലാം അസാധുവായിരിക്കും എന്ന നിലവിൽ ഈ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ വിമത വിഭാഗം ഈ സർക്കുലറിനെ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. 14-ാം തീയതി സിനഡ് ചേരുന്നുണ്ട്. അവിടെ തങ്ങൾ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇറക്കുന്ന ഒരു സർക്കുലർ മാത്രമാണ്. അത്തരത്തിൽ തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് വിമത വിഭാഗത്തിന്റെ വിശദീകരണം. അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം നീളാൻ തന്നെയാണ് സാധ്യത. ഓക്കെ, താങ്ക് യു വിഷ്ണു.